Hi, this is Rijil Kalingal, Premium Automotive Consultant, Delta Gas. We will പരിചയപ്പെടുത്താൻ പോകുന്നത് ബലാനോയാണ്. ബലാനോയിലെ 360 ഇൻസ്റ്റാളേഷൻ. ഇത് എന്താണ് 360, എങ്ങനെ ഇൻസ്റ്റാളേഷൻ ചെയ്യാം, നിങ്ങൾക്ക് അത് എങ്ങനെ ബെനിഫിറ്റ് ആവും നോക്കാം. NRI ആയിട്ടുള്ള ഒരു ക്ലയൻ്റാണ് അദ്ദേഹം. ആൾ വർക്ക് ചെയ്യുന്നത് പുറത്തായിരുന്നു. അപ്പോൾ ഓൺലൈൻ കൂടെയാണ് നമ്മൾ കണക്ട് ചെയ്തത്. അദ്ദേഹത്തിൻ്റെ സ്ഥലം പാലക്കാടാണ്. അദ്ദേഹത്തിൻ്റെ അച്ഛനാണ് നമ്മളെ കണക്ട് ചെയ്തിട്ട് നമ്മളോട് വന്നത്. അപ്പോൾ അദ്ദേഹം ഒരുപാട് സ്ഥലങ്ങളിൽ പോയി, ഒരുപാട് ഷോപ്പുകൾ വിസിറ്റ് ചെയ്തു. പക്ഷേ സാറ്റിസ്ഫാക്ഷൻ ആയില്ല. അങ്ങനെയാണ് നമ്മളെ കണക്ട് ചെയ്തത്, ഈ വർക്ക് കിട്ടിയതും. ഓൺലൈൻ വഴിയായിരുന്നു അദ്ദേഹത്തിൻ്റെ കമ്മ്യൂണിക്കേഷൻ എല്ലാം തന്നെ. ഓൺലൈൻ ത്രൂ തന്നെയാണ് പേയ്മെൻറ്റും ചെയ്തത്. അങ്ങനെ ഫുള്ളി സാറ്റിസ്ഫൈഡ് ചെയ്ത് ആ വർക്ക് നമുക്ക് ചെയ്യാൻ പറ്റി. നമുക്ക് നോക്കാം അതെങ്ങനെയായിരുന്നു എന്നുള്ളത്. എന്തിനാണ് നമ്മൾ 360 ചെയ്യുന്നത്? 360 ചെയ്യുന്നത് നമുക്ക് നമ്മുടെ ഫാമിലിയുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടും നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ നമ്മുടെ സേഫ്റ്റിക്കും വേണ്ടിയിട്ടാണ്. അതായത് ഈ വണ്ടിയിൽ നമുക്ക് 4 ക്യാമറയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഫ്രണ്ടിലൊരു ക്യാമറ ഉണ്ടായിരിക്കും, ബാക്കിലൊരു ക്യാമറ ഉണ്ടായിരിക്കും, ലെഫ്റ്റിലും റൈറ്റിലും ഒരു ക്യാമറ ഉണ്ടായിരിക്കും. ഇത് നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് മുതൽ ഫുള്ളി റെക്കോർഡഡ് ആയിരിക്കും. നമ്മൾ എവിടെ പോവുകയാണെങ്കിലും ഇത് ഒരു സർവൈലൻസ് ആയിട്ട് ഇത് റെക്കോർഡായിരിക്കും. അപ്പോൾ എന്തെങ്കിലും ആക്സിഡൻസോ കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ ഇതിൽ നമുക്ക് 4 സൈഡിൽ നിന്നുള്ള വിഷ്വൽസ് നമുക്ക് കിട്ടും. ഇതിൻ്റെ ഒരു എടുത്തു പറയേണ്ട ബെനിഫിറ്റ്, ഡാഷ് ക്യാമറയിൽ നമുക്ക് ഫ്രണ്ടും ബാക്കും ക്യാമറയും മാത്രമേ റെക്കോർഡാവുള്ളൂ. പക്ഷേ 360യിൽ നമുക്ക് വണ്ടിയുടെ 4 ചുറ്റുമുള്ള എല്ലാ ഏരിയയിലും ഫുള്ളി റെക്കോർഡായിരിക്കും. ഇതിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഒരു HD ടൈപ്പിലെ ലെൻസിലുള്ള ക്യാമറാസാണ്. ഇതിൻ്റെ പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ, ഇതുകൊണ്ടുള്ള ഗുണം, നിങ്ങൾക്ക് കിട്ടുന്ന ഗുണം എന്ന് വെച്ചാൽ, ഇത് രാത്രി ഡ്രൈവ് ചെയ്യുകയാണെങ്കിലും അതുപോലെ തന്നെ ഏതൊരു സിറ്റുവേഷൻ ആണെങ്കിലും വിഷ്വലിൻ്റെ ക്ലാരിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്ത് ആക്സിഡൻ്റ് ആയിക്കോട്ടെ, എന്ത് കാര്യങ്ങളായിക്കോട്ടെ, നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള ഔട്ട്പുട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. റീസെൻ്റ്ലി നമ്മളൊരു 3 ഇയേഴ്സ് മുന്നേ നമ്മളൊരു കുഷാക്കിൽ നമ്മളൊരു 360 ഇൻസ്റ്റാളേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചു. ആക്സിഡൻറ്റിന് ശേഷം ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നുപോയി. ഇതിന് ലാസ്റ്റ് തെളിയിക്കാനുള്ള ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ സൊല്യൂഷൻ കിട്ടിയത് ആ 360യിൽ ഉണ്ടായിരുന്നൊരു എവിഡൻസ് ആണ്. അപ്പോൾ ഇത് നാളെ നിങ്ങൾക്കും സംഭവിക്കാതിരിക്കണമെങ്കിൽ മസ്റ്റായിട്ടൊരു 360 എന്തായാലും നിങ്ങൾക്ക് അത്യാവശ്യമാണ്. നമ്മളെല്ലാവരും യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മൾ പെർഫെക്റ്റായിട്ട് ലൈസൻസും ഇൻഷുറൻസും എല്ലായിടത്തും ഡ്രൈവ് ചെയ്യുന്നതായിരിക്കും. പക്ഷേ നമ്മുടെ കാരണം കൊണ്ടല്ലാണ്ട് തന്നെ ഒരുപാട് ആക്സിഡൻസ് നമുക്ക് സംഭവിക്കാറുണ്ട്. ഇതുകൊണ്ട് ഒരുപാട് ഫാമിലിയിലും നമുക്കും കാശ് നഷ്ടമൊക്കെ വരാറുണ്ട്. ഇതിനുള്ളൊരു ഏറ്റവും നല്ലൊരു ബെനിഫിറ്റാണ് ഈ 360 ക്യാമറ. അതുപോലെ എടുത്തു പറയേണ്ട സംഭവമാണ് ഇതിൻ്റെ സ്റ്റോറേജ് സ്പേസ്. പലരും ചോദിക്കാറുണ്ട് ഇതെങ്ങനെയാണ് ഇതിൽ സ്റ്റോർ ചെയ്യുക എന്നുള്ളത്. നമുക്കിതിലൊരു പെൻ ഡ്രൈവിൻ്റെ ഓപ്ഷൻ ഉണ്ട്. നമുക്ക് അതിനനുസരിച്ച് നമ്മുടെ പെൻ ഡ്രൈവിൻ്റെ GB കൂട്ടി ഇതിലേക്ക് നമുക്ക് വിഷ്വൽസ് റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കാവുന്നതാണ്. നമുക്ക് 1 മാസം മുതൽ 4 മാസം വരെയൊക്കെ സൂക്ഷിക്കുന്ന റെക്കോർഡ്സ് നമുക്കന്ന് കിട്ടും. ഇത് ലൂപ്പ് റെക്കോർഡിങ് വഴിയായിരിക്കും റെക്കോർഡ് ആവുണ്ടാവുക. അപ്പോൾ നമ്മൾ ആദ്യം റെക്കോർഡ് ചെയ്തത് ഇങ്ങനെ കയറി വരും, താഴെ നിന്നുള്ളത് ഇങ്ങനെ ഡിലീറ്റ് ചെയ്ത് വരും. എങ്ങനെയാണോ നമ്മൾ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന CCTV ക്യാമറ, അതിൻ്റെ ഫംഗ്ഷൻ പോലെ തന്നെ ഇതിൻ്റെ റെക്കോർഡിങ്സും നമ്മളിതിൽ സൂക്ഷിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ എന്തെങ്കിലും ആവശ്യങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊന്ന് കോപ്പി ചെയ്തെടുക്കാം. നമുക്ക് ലൈവായിട്ട് തന്നെ നമ്മുടെ 360 ഓടിക്കുന്ന സെക്ഷനും നമുക്കിതിൽ കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ലൈവായിട്ട് തന്നെ നമുക്കത് ലോക്ക് ചെയ്തിടാനുള്ള ഫംഗ്ഷൻ ഉണ്ട്. ഇത് ആർക്കും അറിയാത്തൊരു സംഭവമാണ്. പലരും 360 ക്യാമറ ഇൻസ്റ്റാളേഷൻ ചെയ്യാറുണ്ട്. പക്ഷേ ഇൻസ്റ്റാളേഷൻ ചെയ്തതിന് ശേഷം കസ്റ്റമേഴ്സിന് എന്താണ് 360 ക്യാമറ, അതെങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ള പല കാര്യങ്ങളും, അതിൻ്റെ ഹിഡൻ ആയിട്ടുള്ള ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്, ഇതൊന്നും പറഞ്ഞു കൊടുക്കാറില്ല. ശരിക്കും 360 വെച്ചിരിക്കുന്ന മെയിനായിട്ടുള്ളൊരു കാര്യം ആക്സിഡൻ്റാണ്. നിങ്ങൾ ആക്സിഡൻറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ലോക്ക് ചെയ്യാനുള്ള സിസ്റ്റം അതിലുണ്ട്. നിങ്ങളുടെ ഡാറ്റാസ് ലോക്ക് ചെയ്യാനുള്ള സിസ്റ്റം ഉണ്ട്. ഇത് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മുടെ പെൻ ഡ്രൈവിൽ ഇത് ഓക്കെ ആയിരിക്കും. നിങ്ങൾ ആക്സിഡൻറ്റ് കഴിഞ്ഞതിന് ശേഷം കുറേ നാളിന് ശേഷമാണ് ആ വീഡിയോ എടുക്കണമെന്ന് വെച്ചാൽ നമുക്ക് കിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് അത് ലോക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ അതിലുണ്ട്. അതുപോലെ തന്നെ ഇത് ഇൻസ്റ്റാളേഷൻ ചെയ്യുമ്പോൾ നമ്മുടെ വയർ കപ്ലേഴ്സ് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുക. നമുക്ക് വയർ കട്ട് ചെയ്യേണ്ട ഒരു ആവശ്യം വരുന്നില്ല. പലർക്കുള്ള സംശയമാണ് നമുക്ക് വാറണ്ടി പോവോ എന്നുള്ളതൊക്കെ. നമ്മൾ വയർ കപ്ലേഴ്സ് ഉപയോഗിച്ചാണ് ചെയ്യുക. ഒന്നും നമ്മൾ ക്രാക്ക് ചെയ്യുന്നില്ല. പിന്നെ അതുപോലെ തന്നെ ഇതിലെടുത്ത് പറയേണ്ട സംഭവം, പലരും ഇത് 360 ഇൻസ്റ്റാളേഷൻ ചെയ്യും പക്ഷേ കാലിബ്രേഷൻ ചെയ്യില്ല. കാലിബ്രേഷൻ ചെയ്താൽ തന്നെ അതൊരു പ്രൊഫഷണൽ വേ ആയിരിക്കില്ല. ശരിക്കുള്ള കാലിബ്രേഷൻ പെർഫെക്റ്റ് വേയോട് ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്കൊരു വണ്ടിയുടെ കറക്റ്റായിട്ടുള്ള ഫീച്ചേഴ്സും അളവും എല്ലാം പെർഫെക്റ്റായിട്ട് കിട്ടുള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളായിരിക്കും, ഇതിൽ ഓൾറെഡി ഗൂഗിൾ മാപ്പ് ഉണ്ട്. നമ്മളിപ്പോൾ അറിയാം, നമ്മൾ പല സ്ഥലത്തും നമ്മൾ പോകുമ്പോൾ നമുക്ക് ചോദിച്ച് പോകേണ്ട ഒരു അവസരം ഇപ്പോൾ കിട്ടാറില്ല. കാരണം ഇപ്പോൾ ആർക്കും വഴി അറിയില്ല, സ്ഥലങ്ങളറിയില്ല, എവിടെയാണ് താമസിക്കുന്ന ആൾക്കാർ, ഇവരെ പേരൊന്നും അറിയില്ല. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഗൂഗിൾ മാപ്പ് യൂസ് ചെയ്യാനായിട്ട് ഇതിൽ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഏത് അർദ്ധരാത്രിക്കും ഏത് സ്ഥലത്തേക്കും ധൈര്യമായിട്ട് എനിക്ക് യാത്ര ചെയ്യാം. കാരണം ലൊക്കേഷൻ ഇട്ട് കഴിഞ്ഞാൽ കറക്റ്റ് സ്ഥലത്തേക്ക് നിങ്ങൾ എത്തിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ഫാമിലിയൊക്കെ ആയിട്ട് യാത്ര ചെയ്യുമ്പോൾ കുട്ടികളെ ഒന്ന് ഒതുക്കിയിരിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള സംഭവമാണ്. നമുക്ക് യൂട്യൂബ് ആയിക്കോട്ടെ, നെറ്റ്ഫ്ലിക്സ് ആയിക്കോട്ടെ, ഇത് നമുക്ക് ഇൻസ്റ്റാളേഷൻ ചെയ്യാനായിട്ട് സാധിക്കും. ഇതിലൂടെ പിള്ളേരൊക്കെ ഒതുങ്ങിയിരുന്ന് ആ പിക്ചറോ അല്ലെങ്കിൽ ഫിലിമോ കണ്ട് നമുക്ക് ഡിസ്റ്റർബൻസ് ഇല്ലാണ്ട് നമുക്ക് ഈ യാത്ര കംഫർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അടുത്തതായിട്ട് പറയാനുള്ളൊരു സംഭവമാണ് നമ്മുടെ സൗണ്ട്. അതായത് നമുക്ക് എല്ലാവർക്കും പാട്ടുകൾ വളരെ ഇഷ്ടമാണ്. ഇതിന് ഈക്വലൈസറും അതുപോലെ തന്നെ നമുക്ക് പല സെറ്റിങ്സിലൂടെ നമുക്ക് സൗണ്ട് ക്ലാരിറ്റി കൂട്ടാനായിട്ട് സാധിക്കും.
ഇതുകൂടാണ്ട് നെക്സ്റ്റ് ലെവലിൽ അപ്ഡേഷൻ, അതായത് നിങ്ങൾക്ക് DSP അതുപോലെ സ്പീക്കേഴ്സ് ഇൻസ്റ്റാളേഷൻ ചെയ്ത് വലിയ രീതിയിലുള്ള സൗണ്ട് ക്വാളിറ്റി നമുക്ക് കൂട്ടാനായിട്ട് സാധിക്കും. ഇതിനും പ്രൊവൈഡ് ചെയ്യാനുള്ള ഒരു ഔട്ട്പുട്ടുള്ള നല്ലൊരു കിടിലൻ സൗണ്ട് സിസ്റ്റം, സ്പീക്കേഴ്സൊക്കെ ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൂടി ഇതിലുണ്ട്. അടുത്തതായിട്ട് നമ്മൾ എന്തിനാണ് 360 ക്യാമറ വെക്കുന്നത് രണ്ടാമത്തെ ചോദ്യമാണ്. നമുക്ക് എല്ലാവർക്കും ട്രാഫിക് ബ്ലോക്കിലും അതുപോലെ തന്നെ നേരിയമായിട്ടുള്ള പല സ്ഥലങ്ങളിലും വണ്ടി ഓടിക്കേണ്ട ആവശ്യം വരാറുണ്ട്. നമ്മൾ എത്ര സ്കില്ലുള്ള ഡ്രൈവർ ആണെങ്കിലും നിങ്ങളുടെ വണ്ടി ഒന്ന് എടുത്തു നോക്കുക, 4 മൂലയിലും എന്തായാലും 4 വരച്ചിട്ടുണ്ടായിരിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ ലൈവായിട്ടുള്ള ഒരു ആക്സിഡൻറ്റ് എനിക്ക് കഴിഞ്ഞ ദിവസം കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു വിഷ്വലും കൂടി ഞങ്ങൾ ആഡ് ചെയ്യുന്നുണ്ട്. കാരണം നമ്മുടെ തെറ്റല്ലാണ്ട് ഒരു ആക്സിഡൻറ്റ് സംഭവിച്ച് അതിന് നമുക്ക് ഫൈൻ കൊടുക്കേണ്ടി വന്നിരുന്നു. പക്ഷേ ഇതുള്ളതുകൊണ്ട് മാത്രം ഞാൻ രക്ഷപ്പെട്ടു. അതിൽ ആഡ് ചെയ്യുന്നത്. നമ്മുടെ മാളുകൾ, അതുപോലെ ഹോസ്പിറ്റൽസ്, അതുപോലെ ഒരുപാട് പാർക്കിംഗ് ഏരിയാസ് നമ്മൾ പോകാറുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു വണ്ടി പാർക്ക് ചെയ്യാനുള്ള ഏരിയ അവിടെ ഉണ്ടായിരിക്കില്ല. അത് കട്ടാക്കി ചുരുക്കി വളരെ ചുരുങ്ങിയ ഏരിയയിലായിരിക്കും പാർക്ക് ചെയ്യുക. ഈ പാർക്കിംഗ് ഏരിയയിൽ വരുമ്പോൾ നമ്മൾ കുറച്ച് കഷ്ടപ്പെടാറുണ്ട്. എസ്പെഷ്യലി നിങ്ങളുടെ വീട്ടിലുള്ള വയസ്സായിട്ടുള്ള ആൾക്കാർ, അതുപോലെ കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർ, സൈറ്റ് പ്രശ്നമുള്ള ആൾക്കാർ, അതുപോലെ കുട്ടികൾ, അല്ലെങ്കിൽ ഡ്രൈവിംഗ് സ്റ്റാർട്ട് ചെയ്ത് വരുന്ന ആൾക്കാർ, ലേഡീസ്, വൈഫ് തുടങ്ങിയ ആൾക്കാർ, ഇവർക്കൊക്കെ പ്രശ്നം ഉണ്ടാവുന്നുണ്ട്. ഇത് കൂടാണ്ട് നിങ്ങൾ അപ്പോയിൻ്റ് ചെയ്തിരിക്കുന്ന ഡ്രൈവർക്കും ഈ പ്രശ്നം ഉണ്ടാവുന്നുണ്ട്. ഇതുമൂലം എന്തുണ്ടാവണം, പാർക്കിംഗ് ഏരിയയിൽ സ്ക്രാച്ചസ് വരുന്നു, അതിന് പെയിൻറ്റ് ചെയ്യാനുള്ള എക്സ്പെൻസ്, ഇതൊക്കെ വളരെ ഒരുപാട് ബുദ്ധിമുട്ടും പൈസ ചിലവുമാണ്. ഇത് ഒഴിവാക്കാനായിട്ട് ഈ 360 വളരെ യൂസ്ഫുള്ളാണ്. എങ്ങനെയെന്നല്ലേ, അതായത് നമ്മുടെ വണ്ടിയുടെ 4 ചുറ്റുമുള്ള ക്യാമറ ഉപയോഗിച്ച് നമ്മൾ വണ്ടി പാർക്ക് ചെയ്യുന്ന സ്ഥലം കറക്റ്റായിട്ട് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. ഇതറിയുമ്പോൾ നമുക്ക് ഏത് നേരിയമായിട്ടുള്ള പാർക്കിങ്ങിലും, ഏത് ചെറിയ പാർക്കിങ്ങിലും, ഏത് മാളിലായിക്കോട്ടെ നിങ്ങൾക്ക് പാർക്ക് ചെയ്യാനും ഒക്കെ ഈസി ആവും. നമ്മൾ ഇഷ്ടപ്പെട്ട് വാങ്ങിച്ച, നമ്മൾ ആഗ്രഹിച്ച് വാങ്ങിച്ച നമ്മുടെ വണ്ടിയിൽ ഒരു സ്ക്രാച്ച് ആകുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ഒരു ഫീലിംഗ് അത് വളരെ വലുതാണ്. അതുപോലെ 360 ഒരു സംഭവം കൂടി ഉണ്ട്. നിങ്ങൾ ഒരുപാട് യാത്രകൾ ചെയ്യുന്ന ആൾക്കാരാണ്. നിങ്ങൾ ഫോറസ്റ്റുകളിലൂടെ യാത്ര ചെയ്യണമെങ്കിൽ പല അനിമൽസിനെയും നിങ്ങൾ കാണാം. അതുപോലെ പല സ്ഥലങ്ങളും കാണുമ്പോൾ നിങ്ങൾക്ക് ഫോണിലൂടെ വീഡിയോ എടുക്കണമെന്ന് ആഗ്രഹം തോന്നാറുണ്ട്. പക്ഷേ ഇത് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നടക്കാറില്ല. പക്ഷേ ഈ ഒരു സംഭവത്തിൽ നമുക്ക് 4 ചുറ്റുമുള്ള എല്ലാ വീഡിയോസും നമുക്ക് റെക്കോർഡ് ചെയ്തായിട്ട് സാധിക്കും. നിങ്ങൾ ഡ്രൈവ് ചെയ്യുമ്പോൾ ഒരു ആന വന്നാലും പുലി വന്നാലും നിങ്ങൾക്കത് റെക്കോർഡ് ചെയ്ത് അടിപൊളിയായിട്ട് വൈറൽ ഒരു റീൽസ് ഉണ്ടാക്കി ഒരു 1 മില്യൺ അടിക്കാനുള്ള സാധ്യതയും കൂടി അതിലുണ്ട്. അതുപോലെ ഇന്ന് മാർക്കറ്റിൽ ഒരു 10,000 രൂപ തൊട്ട് 360 അവൈലബിൾ ആണ്. പക്ഷേ എൻ്റെ നിങ്ങളുടെ ഒരു അഡ്വൈസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ 360 ആണ് വെക്കണമെങ്കിൽ ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള നല്ല പ്രൈസിലുള്ള സാധനം വെക്കുക. കാരണം ഈ 10,000 രൂപയ്ക്കും 5,000 രൂപയ്ക്കും കിട്ടുന്ന ഒരു പ്രൊഡക്റ്റും നിങ്ങൾക്ക് ഞാനിപ്പോൾ ഈ പറഞ്ഞ ഫീച്ചേഴ്സോ അല്ലെങ്കിൽ ബെനിഫിറ്റ്സോ നിങ്ങളുടെ ഫാമിലിക്കുള്ള ഒരു അഡ്വാൻറ്റേജും നൽകുന്നുണ്ടാവില്ല. വെറുതെ പേരിനൊരു 360 വെക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയാണ് നിങ്ങൾ നിൽക്കണമെങ്കിൽ നിങ്ങളത് നോക്കി വാങ്ങിക്കുക. അല്ലാത്ത നിങ്ങൾക്ക് ഈ പറഞ്ഞ ബെനിഫിറ്റ്സ് എല്ലാം കിട്ടണം, അതുപോലെ തന്നെ ഈ പറഞ്ഞ നിങ്ങളുടെ ഫാമിലിയുടെ സേഫ്റ്റി, ആ ഒരു കംഫർട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഒരു പ്രീമിയം ഓട്ടോമോട്ടീവ് കൺസൾട്ടൻറ്റിനെ മാത്രം കൺസൾട്ട് ചെയ്യുക. അതുപോലെ നമുക്ക് ഒരുപാട് എൻക്വയറീസ് വരാറുണ്ട്. 360 ഇൻസ്റ്റാളേഷൻ നമുക്ക് ഒരു ദിവസം കൊണ്ട് നടക്കും, 4 മണിക്കൂർ കൊണ്ട് നടക്കും എന്നൊക്കെ ചോദിച്ചിട്ട് നമ്മളിവിടെ ചെയ്യുന്നത് ഒരു 4 ദിവസം നമ്മൾ മേടിക്കാറുണ്ട്. വേറെ ഒന്നും കൊണ്ടല്ല, നമ്മൾ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു 1 ഡേ കാലിബ്രേഷന് വേണ്ടി എടുക്കാറുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ 2 ഡേയ്സ് ഈ വർക്കിംഗ് പ്രൊസീജിയർ എല്ലാം കഴിഞ്ഞ് വർക്കിങ്ങിൽ ഇടാറുണ്ട്. കാരണം നിങ്ങൾ വണ്ടി കൊണ്ടുപോകുന്ന സമയത്ത് നാളെ ഒരു കംപ്ലൈൻ്റ് ആയിട്ട് നമ്മുടെ അടുത്തേക്ക് വരാൻ പാടില്ല എന്നുള്ള ഒറ്റ ഉദ്ദേശം കൊണ്ടാണ് നമ്മൾ ഇത്രയും ടൈം എടുത്ത് അത് കറക്റ്റ് ചെയ്ത് കൊടുക്കുന്നത്. കാരണം ഇത് നമ്മൾ ചെയ്യണത് നമ്മുടെ ഒരു പേഴ്സണൽ വണ്ടി എങ്ങനെയാണോ ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ 360 മെയിനായിട്ടുള്ള നമ്മുടെ കാര്യങ്ങൾ. പിന്നെ കൂടാണ്ട് ഇതൊരു ആൻഡ്രോയിഡ് ആണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇതിൽ നമുക്ക് വീഡിയോസ് കാണാനായിട്ട് സാധിക്കും, അതുപോലെ തന്നെ നമുക്ക് ഫോൺ കോൾ എടുക്കാനായിട്ട് സാധിക്കും. നമ്മളെല്ലാവരും തിരക്ക് പിടിച്ച് യാത്ര ചെയ്യുമ്പോൾ ഒരുപാട് കോൾസ് നമുക്ക് വരാറുണ്ട്. ഈ കോൾസ് വരുമ്പോൾ നമ്മൾ ഫോൺ എടുക്കുകയാണെങ്കിൽ പല ആക്സിഡൻസും വരും, അതുപോലെ തന്നെ ഡ്രൈവിങ്ങിന് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും. ഇതൊക്കെ നമുക്ക് ബ്ലൂടൂത്ത് ഹാൻഡ് ഫ്രീ ആയിട്ട് നമുക്ക് കോൾ എടുത്ത് സംസാരിക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നിങ്ങൾ ചൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് മാത്രമല്ല, നിങ്ങൾ ഇൻസ്റ്റാളേഷൻ ചെയ്യുന്ന സ്ഥാപനത്തിൻ്റെ ഡീറ്റെയിലും കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കണം. കാരണം ഇന്ന് ഒരുപാട് സ്ഥാപനങ്ങൾ 1 മാസം, 6 മാസം, 1 ഇയറോട് കൂടി ക്ലോസ് ചെയ്ത് പോകാറുണ്ട്. അപ്പോൾ നിങ്ങൾ വാങ്ങിക്കുന്ന വണ്ടി ഒരു ദിവസത്തിനോ 6 മാസത്തിനോ 1 ഇയറിനോ വേണ്ടിയിട്ടല്ലോ നിങ്ങൾ വാങ്ങിക്കുന്നത്. കാരണം നിങ്ങൾ വാങ്ങിക്കുന്നത് 15 ലക്ഷം, 10 ലക്ഷം, 25 ലക്ഷം, 50 ലക്ഷം കൊടുക്കുന്ന വണ്ടിയാണ്. അപ്പോൾ നിങ്ങൾ അതുപോലത്തെ സ്ഥാപനങ്ങളുടെ ട്രസ്റ്റ് നോക്കി മാത്രം വാങ്ങിക്കുക. കാരണം നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് 1 ഇയർ തൊട്ടിട്ട് 8 ഇയർ വരെ വാറണ്ടിയുള്ള പ്രൊഡക്ട്സുകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. നമ്മുടെ സ്ഥാപനം 15 വർഷമായിട്ട് ഇൻഡസ്ട്രിയിലുള്ളതാണ്. അപ്പോൾ നിങ്ങൾ അതുപോലെ ട്രസ്റ്റ്ഫുള്ളായിട്ട് സ്ഥാപനത്തിന് മാത്രം പർച്ചേസ് ചെയ്യുക, ഇൻസ്റ്റാളേഷൻ ചെയ്യുക.
അതുപോലെ ഒരു കാര്യം എടുത്ത് പറയാനുള്ളത്, ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും നമ്മുടെ പ്രൈസ് റേഞ്ച്, നമുക്ക് ആഗ്രഹം ഒരുപാടുണ്ട്, എനിക്ക് ഈ പറഞ്ഞ കംഫർട്ട് എല്ലാം കൊടുക്കണം, എൻ്റെ ഫാമിലിനെ സേഫ് ആക്കണം, ഡ്രൈവ് ചെയ്യുമ്പോൾ കംഫർട്ട് കിട്ടണം, പക്ഷേ എൻ്റെ കയ്യിൽ പൈസ കുറവുണ്ട്, ഞാൻ എങ്ങനെയാണ് ഒരു പ്രീമിയം പ്രൊഡക്റ്റിലേക്ക് പോകുകയെന്നുള്ളത്. അതിനുള്ള സൊല്യൂഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് ബജാജിൻ്റെ EMI ചെയ്യുന്നുണ്ട്, അതുപോലെ ക്രെഡിറ്റ് കാർഡ്സ് ഉണ്ട്, ഡെബിറ്റ് കാർഡ്സ് തന്നെ പല രീതിയിലുള്ള ചെയ്യുന്നുണ്ട്. ഇതെല്ലാം നമുക്ക് 0 ഡൗൺ പേയ്മെൻറ്റിലാണ് വരുന്നത്. നിങ്ങൾക്ക് എക്സ്ട്രാ ഇൻട്രസ്റ്റ് ഒന്നും വരുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അതും നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ വണ്ടിയിൽ 360 ഇൻസ്റ്റാളേഷൻ ചെയ്യണം, ഇല്ലെങ്കിൽ നിലവിൽ നിങ്ങൾക്ക് 360 ഇൻസ്റ്റാളേഷൻ ചെയ്യുന്നുണ്ട്, അതിലൊരു പ്രോബ്ലം ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ ഇട്ടുണ്ട്, നിങ്ങളതിൽ വിളിക്കാം, ഇല്ലെങ്കിൽ കമൻറ്റ് ചെയ്യാം. ദിസ് സ്റ്റേജിൽ കല്ലെങ്കിൽ പ്രീമിയം ഓട്ടോമോട്ടീവ് കൺസൾട്ടൻറ്റ് ഡെൽറ്റ കാസ്. ബൈ.